എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ തൃശ്ശൂരിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഒപ്പം 2 പെൺകുട്ടികളും ചേർന്ന് പെൺകുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരു വ്യക്തിയെ അരുങ്കൊല ചെയ്തു. ചെയ്ത ആ വിദ്യാർത്ഥി അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമെന്നാണ് അറിയുന്നത്. അവൻ്റെ പിതാവും ഒരു കൊടും ക്രിമിനലായിരുന്നു. നാം മാതാപിതാക്കളായ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ ആ സ്കൂളിൻ്റെ നിലവാരത്തെക്കുറിച്ചും അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായും ഗവൺമെൻറ് കോളേജുകളിലും സ്കൂളുകളിലുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. ഈ രാഷ്ട്രീയക്കാർ കോളേജുകളിൽ ഇടിമുറികളും മയക്കുമരുന്ന് സെല്ലുകളും യഥോഷ്ടം പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. കഴിയുന്നതും കുട്ടികൾ ദിവസവും സ്കൂളിൽ കൃത്യമായി എത്തുന്നു, കൃത്യസമയത്തിന് വീട്ടിൽ മടങ്ങുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. നിങ്ങൾ പല സ്വപ്നങ്ങളും നെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിക്കായി സ്കൂളിൽ അയക്കുന്നത്. പല മാതാപിതാക്കളും വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പക്ഷെ കുട്ടികൾ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നോ, അവരുടെ ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കുന്നോ, പഠിക്കുന്നോ എല്ലാം നാം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മാതാപിതാക്കൾക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള സമയം കിട്ടിയില്ല. അവരും പുറത്ത് ജോലിക്ക് പോകുന്നവരായിരിക്കും. എങ്കിൽ തന്നെയും എനിക്കൊന്ന് പറയാനുള്ളത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരിക്കാനുള്ള ഒരു സമയം മോസ്റ്റ് പ്രോബബ്ലി ശനിയാഴ്ചയോ ഞായറാഴ്ച ദിവസങ്ങൾ ഒന്നിച്ചിരിക്കുക, അവരുമായിട്ടിരുന്ന് ആഹാരം കഴിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ കുട്ടികൾ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, എവിടെയും ഏത് ക്രിമിനലിനും ഏത് കൊലപാതകത്തിനും പിന്നിൽ ഒരു സ്ത്രീയുടെ സപ്പോർട്ടുണ്ട്. അതൊക്കെയറിയാം. നിങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് കിടന്ന എവിടെ എടുത്താലും ഒരു സ്ത്രീ അത് ഈ കുട്ടികൾ ആദ്യമേ അവർ വേൾഡ് ട്രെയിൻഡാണ്. സ്കൂളിൽ പഠിച്ചാലും കോളേജിൽ പഠിച്ചാലും അന്ന് അവിടെ നിന്ന് ഇവരുടെ വികൃതരങ്ങൾ തുടങ്ങി അവസാനം അവർ ഏതമറ്റം വരെ പോയി അവർ രാഷ്ട്രീയത്തിൽ കടന്നു പിടിച്ച് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് ഇവരിത്തിരി വെളുത്ത ത്വരിയുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ ഏതറ്റം വരെയും പോകും. അത് കുടിൽ ജയിച്ചാലും അവർ റിസോർട്ടിൽ ജീവിക്കും. അവർക്ക് ആ ഒരു ലെവലിലായിപ്പോയി കേരളത്തിലെ രാഷ്ട്രീയക്കാർ. അങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെ വളർത്തി, സ്ത്രീകളെയൊക്കെ വളർത്തിയെടുത്ത് മൊത്തം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കിരാതന്മാരും. ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിയുന്നതും നിലവാരമില്ലാത്ത സ്കൂളിൽ പിള്ളേരെ വിടാതിരിക്കുക. അതിനേക്കാളും അവർ വല്ല ടെക്നിക്കൽ സ്റ്റഡീസിന് വിട്ട് അവരുടെ ഉപജീവനത്തിനുള്ള സംവിധാനം ഉണ്ടാക്കിയായിരിക്കും വേണ്ടത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോ കോളേജുകളിൽ അവിടെ അരങ്ങേറുന്ന ഗുണ്ടായിത്തരം എവിടെ ഏത് ഭാഗത്ത് ഇതാണ്. ഇവരാണ് നാളെ ഗുണ്ടാക്കളായിട്ട് ഇങ്ങനെയുള്ള ഗുണ്ടാ പിള്ളേരെ സംരക്ഷിക്കാൻ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒന്നും നല്ലത് പറയാനില്ലാത്തൊരവസ്ഥയിലാണ്. ബട്ട് ഭരണാധികാരികൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഇതിനെല്ലാം ഇല്ലാതാക്കാൻ പറ്റും, ഇതിന് ശമനം കണ്ടെത്താൻ പറ്റും. എത്രയോ വിദഗ്ധരുണ്ട് ഇവിടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദഗ്ധർ എന്ന് പറയുന്ന കൊടും ക്രിമിനലുകളാണ്. അവർ തന്നെ എല്ലാ ഭാഗങ്ങളും കൈയടയിരിക്കുകയാണ്. പിന്നെ മയക്കുമരുന്ന് അത് വല്ലാതെ ഓരോ ദിവസവും അത് കൂടിക്കൊണ്ട്, കാരണം രാഷ്ട്രീയക്കാർ തന്നെ
മയക്കുമരുന്നിൻ്റെ വിതരണം ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് എന്തിന് ക്രമസമാധാനം ചെയ്യുക? ക്രമസമാധാനത്തിനും സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം പോലീസുകാർ എന്തെങ്കിലും ക്രമസമാധാനത്തിന് വേണ്ടിയുള്ളൊരു പരിഹാര മാർഗം കാണുമ്പോൾ പോലീസുകാരെ തിരിച്ചു തല്ലുന്ന സ്വഭാവക്കാരായി ആൾക്കാർ മാറിക്കഴിഞ്ഞു. കാരണം അതിനുള്ള ഏറ്റവും ഉത്തേജനം കൊടുക്കുന്ന മയക്കുമരുന്നുകൾ. സോ ദയവ് ചെയ്ത് ഭരണാധികാരികൾ എന്തെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടെത്തുക. ഈ കൊലയും അതുപോലെ ഈ കൊലവാസനകൾ എങ്ങനെ ഉണ്ടാകുന്നു, സ്കൂളുകൾ ചുറ്റിപ്പറ്റിയുള്ള ഈ മയക്കുമരുന്ന് മാഫിയകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഇഷ്ടത്തുള്ള ഓഫീസേഴ്സിനെ കണ്ടെത്തി അവരെ റിക്രൂട്ട് ചെയ്യുക. ശരിക്കുള്ള സ്ട്രെങ്ത് ഇല്ലാതെ ഈ മയക്കുമരുന്ന് എന്തെങ്കിലും ഒരു അവസാനം കണ്ടെത്താൻ സാധിക്കില്ല. സോ പ്ലീസ് എല്ലാവരോടും പറയുന്നു, പേരൻസിനോടും പെൺകുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വികൃതിതരം കാണിക്കുന്നത് പെൺകുട്ടികളാണ്. നിങ്ങൾക്ക് വികൃതിതരം കാണണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ എറണാകുളം ട്രെയിൻ യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. അവിടെ കുട്ടികൾ, അതായത് അവർക്ക് പ്രായം കഷ്ടിച്ച് 13-14 വയസ്സ്, അവർ ഒരു പയ്യനും കാണും, ഒപ്പം 2 ബാഗും കൈ കാണും. ഈ സ്കൂളിൽ പാസഞ്ചേഴ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കാട്ടിക്കൂട്ടുന്ന അട്ടഹാസങ്ങൾ, ഒരു പ്രവർത്തനം വെരി ബാഡ്. അപ്പോൾ അതിനെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ പിള്ളേർ ആയുധങ്ങളായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തായിരുന്നാലും ഇതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഉടൻ തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വളരെ ആപൽക്കരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈവൻ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ വളരെ മോശമായൊരു നിലവാരത്തിലേക്ക് കടന്നു പോവുകയാണ്. ദുഃഖകരമായ വാർത്തയാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാൻ ഖേദിക്കുന്നു. ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു പാത ഒതുക്കാൻ എല്ലാവരും നാം അടക്കം ചേർന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. കാണാം അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അവർക്കും അവരുടെ വീട്ടിലും പഠിക്കുന്ന കുട്ടികൾ കാണും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.